Good morning. Current affairs. ഇന്നത്തെ ന്യൂസ് പേപ്പർ വെനസ്ഡേ ഫെബ്രുവരി 6 ആണ്. ഫ്രണ്ട് പേജിൽ NRC പ്രോസസിനെ കുറിച്ചൊരു ന്യൂസ് ആണുള്ളത്. NRC അറിയാം, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. ആസാമിലാണ് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അണ്ടർ ഡയറക്ഷൻ ഫ്രം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ആസാമിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ KK വേണുഗോപാലിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ ഹയസ്റ്റ് ലോ ഓഫീസറായ അറ്റോർണി ജനറൽ KK വേണുഗോപാലിന്റെ ഒരു ഫോട്ടോ, ഒരു ഇമേജ് ഫ്രണ്ട് പേജിലുണ്ട്. അതുപോലെ രഞ്ജൻ ഗൊഗോയിയുടെയും ഉണ്ട്. രഞ്ജൻ ഗൊഗോയി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ ഫ്രണ്ട് പേജിൽ മറ്റൊരു വലിയ ന്യൂസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ന്യൂസിലുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് ടേക്ക് ഓഫ് ആവുകയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിനും മുംബൈക്കും ഇടയിലാണ്. ജപ്പാനാണത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അഹമ്മദാബാദിനും മുംബൈക്കും ഇടയിലാണ്. ഇപ്പോ ഈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ കൂടെയൊക്കെയാണ് അത് കടന്നു പോകാൻ പോകുന്നത്. അതായത് നാഷണൽ പാർക്കുകൾ വഴിയൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് അത് കുറെ ലാൻഡ് അക്വിസിഷൻ പ്രോബ്ലംസ് ഒക്കെ നേരിട്ടിരുന്നു. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ മുംബൈയിലാണ്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് അത് മുംബൈയിലാണ്. അപ്പം അറിഞ്ഞിരിക്കുക, മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് വരുന്നത്. ജപ്പാനാണത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ അടുത്ത പേജിൽ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ എന്നത്തേയും പോലെ ഇന്നും രഞ്ജി ട്രോഫിയുടെ ഫൈനലിനെ കുറിച്ചുണ്ട്. വിദർഭയും പിന്നീട് സൗരാഷ്ട്രയും തമ്മിലാണ്. അതുപോലെ പ്രോ വോളിബോൾ ലീഗിനെ കുറിച്ചുണ്ട്. പ്രോ വോളിബോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൊഫഷണൽ വോളിബോൾ ലീഗ്, അതിനെ കുറിച്ചുണ്ട്. പിന്നെ ഫെഡ് കപ്പിനെ കുറിച്ചുണ്ട്. ഫെഡ് കപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഡേവിസ് കപ്പ് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്താൽ ഇറ്റലിയും ഇന്ത്യയായിട്ട് ഡേവിസ് കപ്പ് മാച്ച് നടന്ന് ഇന്ത്യ തോറ്റ കാര്യമൊക്കെ നമ്മൾ വായിച്ചിരുന്നു. ഇപ്പൊ ഡേവിസ് കപ്പ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്. അതുപോലെ വിമന്റെ മാത്രം ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഫെഡ് കപ്പ്. വിമന്റെ മാത്രമാണ്. പിന്നീട് DRL എന്ന് പറഞ്ഞാല് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി എന്നാണ്. DRL ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി. DRL അല്ലെങ്കിൽ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി എന്താണെന്ന് വെച്ചാല് ഇന്ത്യയുടെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഫാർമ കമ്പനിയാണ്. ഇന്ത്യയുടെ ലാർജസ്റ്റ് ഫാർമ കമ്പനി സൺ ഫാർമയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഫാർമ കമ്പനിയാണ് DRL ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ഇന്ന് റിലീസാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി റിലീസാകുന്ന ദിവസമാണെന്ന്. മോണിറ്ററി പോളിസി എന്താണെന്ന് എല്ലാവർക്കും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ബൈമന്ത്ലി എക്സർസൈസ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോ അതില് 6 ടേംസ് ഉണ്ട്. RBIക്ക് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ഈ 6 ടേംസിൽ ഇപ്പോഴത്തെ എക്കണോമിക് സിറ്റുവേഷന്റെ ബേസിൽ RBI വേരിയേഷൻസ് ഒക്കെ വരുത്തും വേണമെങ്കിൽ. അതിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പം RBIക്ക് വേണ്ടിയിട്ട് മോണിറ്ററി പോളിസി പ്രിപ്പയർ ചെയ്യുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. NPC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി. ഇറ്റ്സ് എ 6-member കമ്മിറ്റി ആൻഡ് 3 members are from റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ and 3 members are from ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ചെയർമാൻ ഓഫ് NPC മോണിറ്ററി പോളിസി കമ്മിറ്റീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. ഇപ്പൊ അത് ശക്തികാന്ത ദാസ് ആണ് RBIയുടെ ഗവർണർ. അപ്പൊ ഇതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. അവരാണ് മോണിറ്ററി പോളിസി ഡിസൈഡ് ചെയ്യുന്നത്. 2 months കൂടുമ്പോഴാണ് മോണിറ്ററി പോളിസി വരുന്നത്. ആൻഡ് ദ ബേസിസ് ഓഫ് മോണിറ്ററി പോളിസി ഈസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയും. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് മോണിറ്ററി പോളിസി. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട് പ്രിലിമിനറി ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മോണിറ്ററി പോളിസിയെ കുറിച്ച് അറിഞ്ഞിടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഹാർഡ്ലി ഒരു 15 minutes വരുന്നൊരു വീഡിയോ യൂട്യൂബിൽ നമ്മളുടെ ഈ ചാനലിന്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് കാണുക എന്തായാലും കണ്ടിട്ടില്ലാത്തവർ. കാരണം മോണിറ്ററി പോളിസി അത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബാങ്ക് എക്സാംസ് ഒക്കെ പാസ്സാവുന്ന ആൾക്കാർക്ക് ഇന്റർവ്യൂവിൽ ഇതിന്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇത് കാര്യങ്ങൾ മാത്രം ആ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റിയ വീഡിയോ ജസ്റ്റ് കാണുക. ടെക് മഹീന്ദ്ര ഇന്ത്യയിലെ മഹീന്ദ്ര ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു പ്രധാനപ്പെട്ട IT കമ്പനിയാണ് ടെക് മഹീന്ദ്ര. അതിന്റെ മാനേജിംഗ് ഡയറക്ടറും CEOയും CP ഗുർനാണിയാണ്. CP ഗുർനാണി, GURNANI. CP ഗുർനാണി is the managing director and CEO of ടെക് മഹീന്ദ്ര. EBITDA മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ്, ബിസിനസ് റിലേറ്റഡ് ടേമാണ്. EBITDA ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, EBITDA. സുനിൽ മേത്തയുടെ ഒരു ഫോട്ടോ ഉണ്ട്. സുനിൽ മേത്ത എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്കായ, ഇന്ത്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമാണ്
സുനിൽ മേത്ത. അതുപോലെ പഹൽ എന്ന് പറയുന്ന ഒരു സ്കീമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പഹൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ് ആണ് ഇപ്പൊ മെയിൻലി ഗവൺമെന്റ് നടത്തുന്നതെന്ന് അറിയാം. DBT, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് മണി ടു എ ബെനിഫിഷ്യറീസ് ആധാർ എനേബിൾഡ് അക്കൗണ്ട്. ആധാർ ലിങ്ക്ഡ് അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യാണ്. പിന്നെ സബ്സിഡീസ് ഞാൻ പറയാൻ വിട്ടു. സബ്സിഡീസ് ഒരു ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമാണ് പഹൽ എന്ന് പറയുന്നത്. LPG സബ്സിഡി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. LPG സബ്സിഡി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. പിന്നീട് അതാനു ചക്രവർത്തിയായിട്ട് ഇന്റർവ്യൂ ഉണ്ട് ഹിന്ദുവിൽ. അതാനു ചക്രവർത്തി ആയിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നു. ATANU അതാനു ചക്രവർത്തി, CHAKRABORTY. അതാനു ചക്രവർത്തി ഡിപ്പാമിന്റെ സെക്രട്ടറിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. ഡിപ്പാമിന്റെ സെക്രട്ടറിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് സെക്രട്ടറിയാണ്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അറേബ്യൻ പെനിൻസുല വിസിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് എവർ പോപ്പാണ് പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹം UAE വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം UAE. അതുപോലെ ഇതും ഞാൻ പറഞ്ഞാണ്. INF ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി. INF ട്രീറ്റി is between USA and Russia and both the countries decided to withdraw from that treaty. INF treaty, intermediate range nuclear forces treaty. പിന്നെ കർത്താർപൂർ കോറിഡോറിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. കർത്താർപൂർ KRTARPUR കർത്താർപൂർ കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പഞ്ചാബിനും പാകിസ്ഥാന്റെ ബൗണ്ടറിക്ക് ഇടയിൽ, പാകിസ്ഥാന്റെ ബൗണ്ടറി ഏരിയക്ക് അകത്ത് പഞ്ചാബികളുടെ ഏറ്റവും അല്ലെങ്കിൽ സിഖുകാരുടെ ഏറ്റവും പിന്നീട് വിശുദ്ധമായ ഒരു ഗുരുദ്വാരയുണ്ട്. ആ ഗുരുദ്വാര പാകിസ്ഥാനിലാണ്, പക്ഷെ പഞ്ചാബിനോട് അടുത്താണ്. ആ പാകിസ്ഥാനിലെ ആ ഗുരുദ്വാരയും ഇന്ത്യയിലെ പഞ്ചാബും തമ്മിലുള്ള ഒരു റോഡ് മാർഗം വരാൻ പോയാണ്. അതിനാണ് കർത്താർപൂർ കോറിഡോർ എന്ന് പറയുന്നത്. VVPAT വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഇൻസ്ട്രുമെന്റ് ആണ്. ലോക്സഭ ഇലക്ഷനിൽ എല്ലാ ബൂത്തുകളിലും എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലും ഇത് ഘടിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് EVMs അതിൽ രേഖപ്പെടുത്തുന്ന വോട്ട് ആർക്കാണ് എന്ന് പിന്നീട് രേഖപ്പെടുത്തുന്ന അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രിന്റ് ഔട്ട് നിന്ന് ജനറേറ്റ് ചെയ്യും. VVPAT വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇന്ത്യയുടെ ഹോം സെക്രട്ടറി രാജീവ് ഗൌബയാണ്. ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ രാജീവ് ഗൌബ, GAUBA, രാജീവ് ഗൌബ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFന്റെ ഡയറക്ടർ ജനറലാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബോർഡർ പ്രൊട്ടക്ട് ചെയ്യുന്ന BSF ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. BSFന്റെ ഡയറക്ടർ ജനറലാണ് RK മിശ്രയാണ് BSFന്റെ ഡയറക്ടർ ജനറൽ. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടു പാകിസ്ഥാൻ അജയ് ബിസാരിയ. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടു പാകിസ്ഥാൻ അജയ് ബിസാരിയ, BISARIA. ഋഷികുമാർ ശുക്ല CBIയുടെ ന്യൂ ഡയറക്ടറാണ്. ഋഷികുമാർ ശുക്ല CBI ഡയറക്ടർ. 2 എഡിറ്റോറിയൽസ് ഉണ്ട് ഹിന്ദുവില്. ഇന്നത്തെ എല്ലാ ദിവസവും 2 എഡിറ്റോറിയലാണ് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ശാരദ ചിറ്റ് ഫണ്ട് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ CBI നടത്താൻ ശ്രമിച്ച സെർച്ചസിന് പിന്നീട് മമതാ ബാനർജിയുടെ പോലീസ് തടയുകയും അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും തമ്മിലൊരു ഷോ ഡൌൺ ഉണ്ടാവുകയും അതിന്റെ ബേസിൽ പിന്നീട് നടന്ന പ്രോബ്ലംസും ഇപ്പൊ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മമതാ ബാനർജി അവരുടെ ധർണ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു. പ്യൂർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. അത് താല്പര്യമുള്ളവർ വായിക്കുക. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിന് മുകളിൽ വരുന്ന ഒരു ടാക്സ് ആണ് ഏഞ്ചൽ ടാക്സ്. ഏഞ്ചൽ ടാക്സ് സ്റ്റാർട്ടപ്പ് കമ്പനീസിന് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പേരുള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രോച്ച് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയൊക്കെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിന് മുകളിൽ വരുന്ന ഒരു ടാക്സ് ആണ് ഏഞ്ചൽ ടാക്സ്. വേൾഡിലെ ലാർജസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ആയുഷ്മാൻ ഭാരത്. അതിന്റെ ഇപ്പോഴത്തെ പേര് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ്. PMJAY, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് സ്കീം. അതാണ് വേൾഡിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന്
പറയുന്നത്. അത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസ്. ഇനി ഇന്നലത്തെ ന്യൂസ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഇന്നലത്തെ ന്യൂസ് പേപ്പറിലെ ന്യൂസുകളിലേക്ക് പോകാം. ഇന്ത്യയുടെ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. ആ ആക്ട് പ്രകാരം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ എന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ട വിജയ് മല്യ, കിങ്ഫിഷറിന്റെ പ്രൊമോട്ടറായ വിജയ് മല്യ, അദ്ദേഹത്തിന് ബ്രിട്ടനിലേക്ക് കടന്നു കളഞ്ഞു ഇന്ത്യൻ ബാങ്കുകളെ കബളിപ്പിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടാൻ ഇന്ത്യ, അതിനെ എക്സ്ട്രഡിഷൻ എന്ന് പറയും, എക്സ്ട്രഡിഷൻ ചെയ്ത് കിട്ടാൻ ഇന്ത്യ കുറെ ശ്രമങ്ങൾ നടത്തി. അതിപ്പോൾ സക്സസ്ഫുൾ ആയി. ലണ്ടൻ കോർട്ട്, UK കോർട്ട് ഇന്ത്യക്ക് കൈമാറാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു അപ്പീൽ അയാൾക്ക് ഹയർ കോർട്ടിലേക്ക് പോവാം. ആ അപ്പീലും കൂടെ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വിജയ് മല്യ നമ്മളുടെ കോർട്ടുകളിൽ പിന്നീട് ഇന്ററോഗേഷൻ ചെയ്ത്, അല്ലെങ്കിൽ കോർട്ടുകളിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട ലീഗൽ പ്രൊസീഡിങ്സ് കഴിഞ്ഞതിന് ശേഷം പണം പിടിച്ചെടുക്കുകയും മറ്റ് ശിക്ഷാ നടപടികളൊക്കെ പുള്ളി നേരിടേണ്ടി വരും, വിജയ് മല്യ. പിന്നീട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ജെയ്സൺ ഹോൾഡർ, JASON, ജെയ്സൺ ഹോൾഡർ, HOLDER, ജെയ്സൺ ഹോൾഡർ, വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. പിന്നെ വെനിസ്വേലയിലെ അൺഎൻഡിങ് ക്രൈസിസിനെ കുറിച്ച് എല്ലാ ദിവസത്തെയും പോലെ ഈ ന്യൂസ് പേപ്പറിലുണ്ട്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. യൂറോപ്യൻ യൂണിയനിലെ പല കൺട്രീസും അവിടെ വെനിസ്വേലയിലെ നിക്കോളാസ് മഡൂരോ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. നിക്കോളാസ് മഡൂരോയുടെ പിന്നീട് മെയിൻ ഒപ്പോണന്റായ ജുവാൻ ഗൈഡോയെ, ജുവാൻ ഗൈഡോ, GUAIDO, ജുവാൻ ഗൈഡോയെ പ്രസിഡന്റായിട്ട് ബാക്ക് ചെയ്യുന്നു 11 യൂറോപ്യൻ നേഷൻസ്. PM കിസാൻ, പ്രധാനമന്ത്രി പിന്നീട് ഈ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. PM കിസാൻ എന്നറിയപ്പെടുന്ന പുതിയ സ്കീം എന്ന് പറഞ്ഞ ഒരു മണി ട്രാൻസ്ഫർ സ്കീമാണ്. അതിൽ PM കിസാൻ എന്നാണ് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. ഈ PM കിസാൻ സ്കീമിലാണ് 6000 രൂപയോളം ഇയർലി 2 ഹെക്ടേഴ്സ് വരെ ലാൻഡ് ഹോൾഡിംഗ് ഉള്ള ഫാമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ആധാർ മസ്റ്റ് ആണെന്ന് ഗവൺമെന്റ് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടാൻ ആധാർ വേണ്ട, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തൊട്ട് കിട്ടാൻ ആധാർ കമ്പൽസറി ആണെന്ന് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ലേബർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സന്തോഷ് ഗാംഗ്വാർ ആണ്. ലേബർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സന്തോഷ് ഗാംഗ്വാർ, GANGWAR, സന്തോഷ് ഗാംഗ്വാർ, ലേബർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എല്ലാവർക്കും അറിയാം, സുനിൽ അറോറയാണ്. സുനിൽ അറോറ. ഒരു സ്റ്റേറ്റില് പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. സ്റ്റേറ്റില് പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ഡോക്ലം ക്രൈസിസ്, ഡോക്ലം, DOKLAM, ഡോക്ലം ക്രൈസിസ്. അതിപ്പോ കഴിഞ്ഞ വർഷത്തിന്റെ ബിഗിനിങ്ങിൽ സംഭവിച്ച ഒരു ക്രൈസിസ് ആണ് ഡോക്ലം ക്രൈസിസ്. അതായത് ഭൂട്ടാന്റെ പ്രദേശം ഇന്ന് ഇന്ത്യയും ഭൂട്ടാനും അവകാശപ്പെടുന്ന ഡോക്ലം ചൈനയുടെ ടെറിട്ടറി ആണെന്ന് പറഞ്ഞ് ചൈന കുറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു. അതാണ് ഡോക്ലം ക്രൈസിസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ഭൂട്ടാനോടൊപ്പം ആണ് എപ്പോഴും നിൽക്കുന്നത്. കാരണം ഭൂട്ടാന്റെ ഡിഫൻസ് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഭൂട്ടാനുമായിട്ട് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇന്ത്യക്ക് ഉണ്ട്. അപ്പൊ ഡോക്ലം എന്ന് പറഞ്ഞ ഭൂട്ടാന്റെ ടെറിട്ടറിയിൽ ചൈന ഇൻട്രൂഷൻ നടത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് ഏകദേശം ഒരു വാർ അല്ലെങ്കിൽ ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടായി. വാറിന്റെ ലെവലിലേക്ക് പോകുമെന്ന് പേടിച്ച ഒരു പ്രോബ്ലം ആയിരുന്നു അത്. പ്രശാന്ത് ഭൂഷൺ, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ഒരു അഡ്വക്കേറ്റും ഒരു ആക്ടിവിസ്റ്റും ആണ് പ്രശാന്ത് ഭൂഷൺ. ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റും ആക്ടിവിസ്റ്റും ആണ് പ്രശാന്ത് ഭൂഷൺ. പിന്നീട് നമുക്ക് കുറച്ച് എക്കണോമിക് ടൈംസുകളുണ്ട്. അതുപോലെ ബഡ്ജറ്റ് ഡേയിലെ ഹിന്ദു നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഈ PM കിസാൻ എന്നറിയപ്പെടുന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന സ്കീമിന്റെ യഥാർത്ഥ പേര് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോമിൽ ഇപ്പൊ PM കിസാൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ
ബഡ്ജറ്റ് ഞാൻ വീണ്ടും പറയുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്റലിം ബഡ്ജറ്റ് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇന്റലിം ബഡ്ജറ്റ്. ആഫ്റ്റർ the formation of a new government at the center, definitely a new budget will be published, will be introduced by the ruling party of that time. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൗട്ടും ഇല്ല അതിന്. അതുകൊണ്ട് തന്നെ വി നീഡ് ടു ഫോക്കസ് ഓൺ ദാറ്റ് ബഡ്ജറ്റ് ഓൺലി. അതായിരിക്കും ഇന്ത്യയുടെ ഫുൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഈ ചില സ്കീംസ്, ഇപ്പം PM കിസാൻ സമ്മാൻ നിധി, അതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ എംപ്ലോയീസിന് 3000 രൂപ മന്ത്ലി പെൻഷൻ കൊടുക്കുന്ന, റിട്ടയർമെന്റ് 60 വയസ്സിന് ശേഷം പെൻഷൻ കൊടുക്കുന്ന, അതിനുവേണ്ടി 100 രൂപ മാസത്തോളം കൊടുക്കണം. ആ സ്കീം പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ, അതിന്റെ സ്കീമിന്റെ പേര് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ എന്നാണ്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഡിസ്കസ് ചെയ്താണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇത് പഠിക്കാവുള്ളൂ, അല്ലാതെ മറ്റൊന്നും ഇതിന് വലുതായിട്ട് പഠിക്കേണ്ട. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇന്ററിം ബഡ്ജറ്റ്. അതാണ് അതിന്റെ കാരണം. പിന്നെ ന്യൂസിലാൻഡില് ഇപ്പം സീരീസ് വിൻ ചെയ്ത, പിന്നീട് 1 ഡേ ഇന്ത്യൻ പുരുഷ ടീമിൽ മാൻ ഓഫ് ദ സീരീസ് മുഹമ്മദ് ഷമി ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മാൻ ഓഫ് ദ സീരീസ് വിമൻ ടീമും പിന്നീട് ന്യൂസിലാൻഡിൽ ഇപ്പോൾ 1 ഡേ സീരീസ് വിൻ ചെയ്തു. വിമൻ ടീം അതാരും ശ്രദ്ധിക്കുന്നില്ല, കാരണം മെയിൽ ടീമിനാണ് എപ്പോഴും പ്രാധാന്യം, അതുകൊണ്ടാണ്. അപ്പൊ വിമൻ ടീമും പിന്നീട് സീരീസ് വിൻ ചെയ്തു. ആ സീരീസ് വിൻ ചെയ്തപ്പോ അപ്പോ മാൻ ഓഫ് ദ സീരീസ് അവിടെ സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാന ഫീമെയിൽ പിന്നീട് ക്രിക്കറ്റ് സീരീസ് വിൻ ചെയ്തപ്പോ അതിന്റെ മാൻ ഓഫ് ദ സീരീസ് സ്മൃതി മന്ദാനയാണ്. അതുപോലെ 1 ഡേ ക്രിക്കറ്റിൽ ഇപ്പോൾ 200 മാച്ചസ് കംപ്ലീറ്റ് ചെയ്ത ഇന്ത്യയുടെ വുമൻ ക്രിക്കറ്റർ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ മിതാലി രാജ് ആണ്. മിതാലി രാജ്. US Secretary of State Mike Pompeo. US Secretary of State Mike Pompeo ആണ്. POMPEO. Mike Pompeo. ആനന്ദ് മഹീന്ദ്രയാണ് ചെയർമാൻ മഹീന്ദ്ര ഗ്രൂപ്പ്. മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയാണ്. ആനന്ദ് മഹീന്ദ്ര. NSAP എക്സ്പാൻഷൻ, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആണ് NSAP. അതൊരു പെൻഷൻ സ്കീമാണ്. അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു പെൻഷൻ സ്കീമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, NSAP. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം NSAP is a pension scheme under Rural Development Ministry of India. അതറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ എന്ന് പറഞ്ഞ സ്കീമിലെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ 3000 രൂപ വരെ പെൻഷൻ കിട്ടുന്ന, 60 വയസ്സിന് ശേഷം പെൻഷൻ കിട്ടുന്ന സ്കീമില് മന്ത്ലി 100 രൂപ വീതം അടയ്ക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് മാക്സിമം. അതിന് ഈ സ്കീമിൽ അംഗമാകാൻ മന്ത്ലി ഇൻകം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ സീലിംഗ് ഉണ്ട്. 15000 രൂപ വരെ മന്ത്ലി ഇൻകം ഉള്ളവർക്ക് ഈ സ്കീമിൽ അംഗമാകാൻ പറ്റും. 15000 രൂപയ്ക്ക് മുകളിൽ മന്ത്ലി ഇൻകം ഉള്ളവർക്ക് ഈ സ്കീമിൽ അംഗമാകാൻ പറ്റത്തില്ല. അപ് ടു 15,000 വരെ മന്ത്ലി ഇൻകം ഉള്ള ആൾക്കാർ. SCCC സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്. SCCC സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്. SCCC സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്. ആഫ്രിക്കൻ കൺട്രീസിന്റെ കൂടുതൽ ഒരു കൺട്രിയായ സിംബാബ്വേയുടെ പ്രസിഡന്റ് ആണ് എമേഴ്സൺ മംഗാഗ്വ. എമേഴ്സൺ EMMERSON. എമേഴ്സൺ മംഗാഗ്വ. MNANGAGWA. എമേഴ്സൺ മംഗാഗ്വ ആഫ്രിക്കൻ കൺട്രിയായ സിംബാബ്വേയുടെ പ്രസിഡന്റ് ആണ്. ONGC എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെട്രോളിയം കമ്പനി അക്വയർ ചെയ്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ മറ്റൊരു പെട്രോളിയം കമ്പനിയാണ് HPCL. അപ്പൊ ONGC HPCLന് അക്വിസിഷൻ നടത്തി. അപ്പൊ അറിഞ്ഞിരിക്കുക, ഇത് രണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പെട്രോളിയം കമ്പനീസ് ആണ്. ONGCയും HPCL. HPCL എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പൊ ഗവൺമെന്റിന്റെ ഡിസിഷൻ എടുത്ത് ലാസ്റ്റ് ഇയറിൽ ONGC HPCLന് അക്വയർ ചെയ്തു.
അത് അന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്ന സംഭവം അല്ല. GDR എക്സ്പാൻഷൻ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. GDR ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. ADR അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. ADR എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് ഫോമുകളെല്ലാം അറിഞ്ഞിരിക്കണം. ADR അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. GDR ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. IDR ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. SDR ഉണ്ട്, അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആണ്. അത് IMF-ലെ കറൻസിയാണ്. SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ഈസ് എ കറൻസി യൂസ്ഡ് ഇൻ IMF. ഭൂപേഷ് ബാഗൽ. ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. ഭൂപേഷ് ബാഗൽ, BAGHEL. INSTC ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്നാണ്. INSTC ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. അത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നതിനുണ്ട്, അത് പെട്ടെന്ന് നടപ്പാക്കി എടുക്കുന്നതിനുണ്ട് ഇന്ത്യ റഷ്യയും തമ്മിൽ ഇപ്പൊ എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഇത് ഇന്ത്യക്കും റഷ്യക്കും വളരെ യൂസ്ഫുൾ ആണ്. ഇന്ത്യക്ക് റഷ്യ വഴി യൂറേഷ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞ കുറെ കൺട്രീസ് ഉണ്ട്. അതായത് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അങ്ങനെ കുറെ കൺട്രീസ്. ആ യൂറേഷ്യൻ കൺട്രീസ് വഴി ഇറാനും ഒക്കെ കടന്ന് ഇന്ത്യക്ക് റഷ്യയിലേക്ക് പോലുള്ള ഒരു മാർഗമാണ് INSTC. ഇതൊരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള റൂട്ടാണ്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ. ഇന്ത്യക്ക് ഇറാൻ വഴി ഈ യൂറേഷ്യൻ കൺട്രീസ് ഒക്കെ വഴി ഇന്ത്യക്ക് റഷ്യയിലേക്ക് പോകാം. അത് അതിനായിട്ടുള്ളൊരു സംഭവമാണ് INSTC ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ. അറിഞ്ഞിരിക്കുക. കോൺകോർ എന്നറിയപ്പെടുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനിയുണ്ട്. CONCOR. കോൺകോർ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോൺകോർ. CONCOR കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. CONCORന്റെ പ്രത്യേകത ലാർജസ്റ്റ് റെയിൽ കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ ഇൻ ഇന്ത്യയാണ്. ലാർജസ്റ്റ് റെയിൽ കണ്ടെയ്നർ, റെയിൽവേയിൽ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ ഓപ്പറേറ്റർ ഇൻ ഇന്ത്യയാണ്. ലാർജസ്റ്റ് റെയിൽ കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ ഇൻ ഇന്ത്യയാണ് കോൺകോർ. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയാണ് കോൺകോർ. അതുപോലെ ജെഫ് ബിസോസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ജെഫ് ബിസോസ്, BEZOS. ജെഫ് ബിസോസ് വേൾഡിലെ റിച്ചസ്റ്റ് മാനും ആമസോണിന്റെ ഫൗണ്ടറുമാണ്. വേൾഡിലെ റിച്ചസ്റ്റ് മാനും ആമസോണിന്റെ ഫൗണ്ടറുമാണ് ജെഫ് ബിസോസ്. ജെറോം പവൽ. ജെറോം പവല് ഫെഡറൽ റിസർവിന്റെ ചീഫാണ്. ഫെഡറൽ റിസർവിന്റെ ചീഫാണ് ജെറോം പവൽ. സഞ്ജീവ് സന്യാൽ. സഞ്ജീവ് സന്യാൽ പ്രിൻസിപ്പൽ എക്കണോമിക് അഡ്വൈസർ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ പ്രിൻസിപ്പൽ എക്കണോമിക് അഡ്വൈസർ ആണ് സഞ്ജീവ് സന്യാൽ. SANYAL. സഞ്ജീവ് സന്യാൽ ഈസ് ദ പ്രിൻസിപ്പൽ economic advisor to finance ministry. INVIT and expansion infrastructure investment trust എന്നാണ്. infrastructure investment trust INVIT. REITS real estate investment trust. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. REITS real estate investment trust. ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ബാക്കി രണ്ട് എക്കണോമിക് ടൈംസ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.